കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. സി എന്ന ലാംഗ്വേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. സി പ്രോഗ്രാമിംഗ് എന്താണെന്ന് വളരെ നീറ്റായിട്ട് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് ഒത്തിരി പേർക്ക് സപ്ലി വന്നിട്ടുണ്ട്. ഒത്തിരി പേര് ഈ വീഡിയോ ഇടണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ടൈമിൽ എനിക്ക് മനസ്സിലായ കാര്യം, നിങ്ങൾക്ക് സപ്ലി വന്നതിൻ്റെ ഒരു റീസൺ നിങ്ങൾ ആദ്യം ഫൈൻഡ് ചെയ്യണം. അത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടും ആ സബ്ജക്റ്റിനെ തിയറി ടോപ്പിക്സ് മാത്രം ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ നടന്ന ഒരു ശ്രമമായിരിക്കും നിങ്ങൾക്ക് ഫെയിലിയർ ആയിട്ടുള്ളത്. ഇതൊരു ചാൻസ്. മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത്, പഠിച്ചു കാണും, പക്ഷേ ഒരു ലിമിറ്റിനപ്പുറം പഠിച്ചു കാണത്തില്ല. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാതെ പഠിച്ചു കാണും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ടൈമിൽ എനിക്ക് മനസ്സിലായ കാര്യം, ക്വസ്റ്റ്യൻസ് വളരെ ടഫായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സോർട്ടിംഗ് എന്നായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ അറേ കോൺസെപ്റ്റ് മാത്രം പോരാ, അറേൻ്റെ കൂടെ പോയിന്റേഴ്സോ അല്ലെങ്കിൽ ഫങ്ഷൻസോ ഒക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും. കൂടുതലും പോയിന്റേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ അത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ പ്രോഗ്രാംസ് സ്കിപ്പ് ചെയ്തിട്ട് തിയറി ടോപ്പിക്സ് മാത്രം പഠിച്ചു വരുന്ന ആൾക്കാർക്കും അത് അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല. ഇതായിരിക്കും നിങ്ങൾക്ക് സപ്ലി ആകാനുള്ള റീസൺ, അല്ലേ? ഈ വീഡിയോയിലൂടെ സി പ്രോഗ്രാമിംഗ് എങ്ങനെ പഠിക്കാം, എങ്ങനെ സിസ്റ്റമാറ്റിക്കായി പഠിക്കാം, ഞാനത് എടുത്തു പറയുന്നത് അങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പാസ്സാകാൻ സാധിക്കത്തുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ട് കഴിഞ്ഞിട്ട് ഈ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഏത് മൊഡ്യൂൾ പഠിക്കണം, ദെൻ ഏത് മൊഡ്യൂൾ പഠിക്കണം, ആ ഒരു ഓർഡർ കിട്ടാനായിരിക്കും നിങ്ങൾ മിക്കവാറും വെയിറ്റ് ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ ഈ കാര്യം പറയുന്നത്, മൊഡ്യൂളിൻ്റെ ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല. മൊഡ്യൂളിൻ്റെ ഓർഡർ മൊഡ്യൂൾ 1, 2, 3, 4, 5, 6 ഇത് തന്നെയാണ് ഓർഡർ. പക്ഷേ ഇതിനകത്തുള്ള ചില ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പഠിക്കുന്നില്ല. ഫസ്റ്റ് റൗണ്ട് ഒരു ബേസ് കിട്ടുന്ന രീതിക്ക് പഠിക്കുന്നു. സെക്കൻഡ് റൗണ്ട് വീണ്ടും ഈ സബ്ജക്റ്റ് ഫ്രം ദ ബിഗിനിങ് ടു പഠിക്കുന്ന ടൈമിലായിരിക്കും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അങ്ങനെ സെക്കൻഡ്, തേർഡ് റൗണ്ട് ഇങ്ങനെ 2-3 റൗണ്ട്സ് കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഈ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറിയേണ്ടത് സി എന്ന ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സാണ്. സി ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇങ്ങനെ സി എന്ന ലാംഗ്വേജ് മോഡുലാർ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഇങ്ങനെ സി എന്ന ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് ആണ് ഫസ്റ്റ് അറിയേണ്ടത്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അറിയേണ്ടത് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. ഒരു സി പ്രോഗ്രാം എഴുതുന്ന ടൈമിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഈ സ്ട്രക്ചർ എന്താണെന്ന് ആദ്യമേ പഠിച്ചു വെക്കണം. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ സാധിക്കും. നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടോക്കൺസ്. വാട്ട് ആർ സി ടോക്കൺസ്? നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു വീട് വെക്കാനായിട്ട് പോവുകയാണെന്നെങ്കിൽ ആ വീട് വെക്കുന്ന ടൈമിൽ അവിടെ ആവശ്യമായിട്ട് വരുന്ന ബേസിക് മെറ്റീരിയൽസ്, വാട്ടർ, സ്റ്റോൺ, ബ്രിക്സ്, സാൻഡ്, അല്ലേ? ഇങ്ങനെ കുറച്ച് ബേസിക് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിലുള്ള ഓരോ മെറ്റീരിയൽസിൻ്റെയും യൂസേജ് അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളത് എടുക്കുന്നു, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അല്ലാതെ എല്ലാ പേരെയും മസ്റ്റായിട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആവശ്യമനുസരണം ഇതിൽ ഓരോ ആൾക്കാരെയും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇതുപോലെ ഒരു പ്രോഗ്രാം എഴുതുന്ന ടൈമിൽ അവിടെ ആവശ്യമായിട്ട് വരുന്ന ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. അതിനെയാണ് ടോക്കൺസ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഞാൻ ഈ സിമെൻറ്റ്, സാൻഡ്, വാട്ടർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ ടോക്കൺസിനകത്ത് വരുന്നവയാണ് കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, സ്ട്രിങ്സ്, ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ സിംബൽസ്. ഇനി ഇവരൊക്കെ ആരൊക്കെയാണ്, ഓരോ ആൾക്കാരുടെയും റോൾസ് എന്തൊക്കെയാണ്, അതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ടോക്കൺസ് ആണ് ഇനി പഠിക്കേണ്ടത്. ടോക്കൺസിനകത്ത് കീവേഡ്സ് ഫസ്റ്റ് നോക്കാം.
കീവേഡ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കുറേ വേർഡ്സ് ഉണ്ട്. ഇൻറ്റ്, ഫ്ലോട്ട്, കെയർ, സ്വിച്ച്, കേസ്, ബ്രേക്ക്, കണ്ടിന്യൂ, ഇഫ്, ഫോർ, വൈൽ, ഇങ്ങനെ കുറേ വേർഡ്സ് പ്രീഡിഫൈൻഡ് ആയിട്ട് മീനിങ് കൊടുത്തിട്ട് അവർക്കൊരു പർപ്പസ് കൊടുത്ത് റിസർവ് ചെയ്തിട്ടേക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലേ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കീവേഡ്സ് എന്ന് വിളിക്കുന്നത്. സി ലാംഗ്വേജിനകത്ത് ഇങ്ങനെ കുറേ കീവേഡ്സ് ഉണ്ട്. ഇവർക്കൊക്കെ കുറേ പർപ്പസ് തന്നിട്ടുണ്ട്. ഈ പർപ്പസിൽ മാത്രമേ ഇവരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, ലോവർ കേസിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ദറ്റ് ഈസ് കോൾഡ് കീവേഡ്സ്. ഇതുപോലെ നെക്സ്റ്റ് ഒരു ടോക്കൺ ഉണ്ട്, ഐഡന്റിഫയേഴ്സ്. എനിക്കും നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഒരു നെയിം തന്നിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്ന ടൈമിൽ തന്നെ നമുക്കൊരു നെയിം തന്നത് ഒഫീഷ്യൽ പർപ്പസിന് നമ്മുടെ ആ നെയിം വെച്ചിട്ട് കോൾ ചെയ്യാം. ഇതുപോലെ പ്രോഗ്രാമിനകത്ത് പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് എലമെന്റ്സ്, ആ എലമെന്റ്സിന് കൊടുക്കുന്ന നെയിംസ് ഉണ്ട്. വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേരിയബിൾ നെയിം കൊടുക്കാറുണ്ട്. അറേസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അറേ നെയിം കൊടുക്കാറുണ്ട്. ഫങ്ഷൻസ്, സ്ട്രക്ചർ, യൂണിയൻ, ഇതൊക്കെ പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ എലമെന്റ്സ് ആണ്. ഇവർക്കൊക്കെ ഓരോ നെയിംസ് കൊടുത്താണ് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഈ നെയിംസിനെയാണ് ഐഡന്റിഫയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. വാട്ട് ആർ ദ റൂൾസ് ഫോർ നെയിമിങ് ആൻ ഐഡന്റിഫയർ? കീവേഡ്സ് ആയി ഐഡന്റിഫയേഴ്സിൽ ശ്രദ്ധിക്കേണ്ട റൂൾസ് പറഞ്ഞു. ദെൻ കോൺസ്റ്റൻസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻസ്, അതും കൃത്യമായിട്ട് പഠിക്കണം വിത്ത് ആൻ എക്സാമ്പിൾസ്. ഓക്കെ, കോൺസ്റ്റൻസ് മറക്കരുത്, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ആവശ്യം വരുന്നുണ്ട്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, സ്ട്രിങ്സ് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഒരാളാണ് സ്ട്രിങ്. എന്താണ് സ്ട്രിങ്സ്? അതും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ദെൻ ഓപ്പറേറ്റേഴ്സ് തൽക്കാലം അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. അത് മറ്റൊരു ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കേണ്ടത്. സോ ഓപ്പറേറ്റേഴ്സ് മാറ്റി വെച്ചിട്ട് ഒരാളെ കൂടെ പഠിക്കാനുണ്ട്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓർ സ്പെഷ്യൽ സിംബൽസ്. ഓക്കെ, സെമി കോളൻ, കോമ, കോളൻ, ക്വസ്റ്റ്യൻ മാർക്ക്, സിംഗിൾ കോട്ട്സ്, ഡബിൾ കോട്ട്സ്, ഇങ്ങനെ കുറേ സ്പെഷ്യൽ സിംബൽസ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് സ്പെഷ്യൽ സിംബൽസ് ഓർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. സോ ഇത് പഠിക്കുക. ദെൻ ഡാറ്റ ടൈപ്സും വേരിയബിൾസും, ഇത് വേണം നെക്സ്റ്റ് പഠിക്കേണ്ടത്. ആദ്യം വേരിയബിൾസ് പഠിക്കാം. കാരണം ഒരു മെമ്മറിക്കകത്ത് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ആ വേരിയബിൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഏത് ടൈപ്പ് ഡാറ്റ ആണെന്ന് മെൻഷൻ ചെയ്യണം. അവിടെയാണ് ഡാറ്റ ടൈപ്പിൻ്റെ ഒരു ആവശ്യകത വരുന്നത്. ഓക്കെ, ഇവിടെ ഡാറ്റ ടൈപ്സ് 3 ടൈപ്സ് ഉണ്ട്. പ്രൈമറി ഓർ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഓർ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. സോ ഈ ഡാറ്റ ടൈപ്സ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോ ക്ലാസിഫിക്കേഷനകത്തും വന്നേക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് പഠിക്കണം. അതുപോലെ ഓരോ ആൾക്കാരും മെമ്മറിയിൽ ഒക്കുപ്പൈ ചെയ്യുന്ന സൈസ് എത്രയാണ്, എത്ര ബൈറ്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി റേഞ്ച് ഉണ്ട്. റേഞ്ച് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എക്സാമിൻ്റെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം രാത്രിയോ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. ഓക്കെ, ഈ ഡാറ്റ ടൈപ്സും പഠിച്ചു കഴിഞ്ഞ് വേരിയബിൾസും പഠിച്ചായിരുന്നല്ലോ. ഈ വേരിയബിൾസും കോൺസ്റ്റൻസും തമ്മിലൊരു ഡിഫറൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ വേരിയബിൾസും കോൺസ്റ്റൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ. പാർട്ട് എക്കകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും ആണ്. ഇവിടെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ്. സോ ഇതും പഠിക്കണം. ഇനി വേണം ടോക്കൺസിനകത്ത് ഓപ്പറേറ്റേഴ്സ് പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഓപ്പറേറ്റേഴ്സ് പഠിക്കേണ്ടത്. ഓപ്പറേറ്റേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ, അതിനകത്ത് തന്നെ ഷോർട്ട് ഹാൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, ടെർണറി ഓർ കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഇതുകൂടാതെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ലാസ്റ്റ് ഒരു മൊഡ്യൂളിൽ വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സമയം തന്നെ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എത്തുന്ന ടൈമിൽ ഈസി ആയിരിക്കും. ഓക്കെ, ഇവിടെ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ തിയറി ടോപ്പിക്സ് ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു 1 hour ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ടോപ്പിക്സ് ആണ്. ഇതിനകത്ത് ഒരു ടോപ്പിക്സും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇത് ബേസിക് ടോപ്പിക്സ് ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വളരെ അഡ്വാൻസ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് ബേസ് ഉണ്ട്, കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ തിയറി ടോപ്പിക്സ് ആയിരുന്നു. നെക്സ്റ്റ് ടോപ്പിക്, ഇവിടെ എത്തുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഏറ്റവും സിമ്പിളായിട്ട് ആഡ് ടു നമ്പേഴ്സ്, സ്വാപ്പ് ടു നമ്പേഴ്സ്, ഇതുപോലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കണം.
നിങ്ങൾക്ക് അറിയാം ബേസ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ല അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് എഴുതി പഠിക്കണം. കാരണം നിങ്ങൾക്ക് പ്രോഗ്രാംസ് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും അതെടുത്ത് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 45 അല്ലെങ്കിൽ 50ഓളം മാർക്സിന് ക്വസ്റ്റ്യൻസ് പ്രോഗ്രാമിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാകും. പാർട്ട് ബിക്കകത്തും പാർട്ട് സിക്കകത്തും എസ് എ ക്വസ്റ്റ്യനകത്ത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രോഗ്രാമാണ്. എന്തായാലും ഈ പ്രോഗ്രാംസ് എഴുതണമെങ്കിൽ ലോജിക് ഉണ്ടാകണം, സി എന്ന ലാംഗ്വേജിൻ്റെ സിൻടാക്സ് അറിയണം, അതിന് നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. മെയിൻലി ഈ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പ്രോഗ്രാംസ് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ദറ്റ് ഈസ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇഫിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഇഫ്, അതുപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഐട്രേറ്റീവ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ഫോർ, വൈൽ, ഡു വൈൽ, ഈ ടോപ്പിക്സ് ആണ് ഇപ്പോൾ പഠിക്കേണ്ടത്. ഇവിടെ ഓരോ ടോപ്പിക്സ് പഠിക്കുന്ന ടൈമിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രോഗ്രാം, അറ്റ്ലീസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്, 2 or 3 പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. സ്വിച്ച് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്വിച്ചിൻ്റെ ഒരു പ്രോഗ്രാം എഴുതി തന്നെ സ്വിച്ച് പഠിക്കണം. അല്ലാതെ ജസ്റ്റ് വാട്ട് ഈസ് സ്വിച്ച്, സ്വിച്ചിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ സിൻടാക്സ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോജിക്ക് കിട്ടത്തില്ല. സ്വിച്ച് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്വിച്ചിൻ്റെ പ്രോഗ്രാം എഴുതി പഠിക്കുക. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ എത്തുന്ന സമയത്ത് ഫോർ ലൂപ്പ് ആണെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതി ഫസ്റ്റ് എക്സ്പ്രഷൻ എന്താണ് പെർഫോം ചെയ്യുന്നത്, ഫോർ ലൂപ്പിനകത്ത് സെക്കൻഡ് എക്സ്പ്രഷൻ എന്താണ് പെർഫോം ചെയ്യുന്നത്, അത് കഴിഞ്ഞത് എങ്ങോട്ടാണ് പോകുന്നത്, ദെൻ ഐട്രേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ലൂപ്പിൻ്റെ വർക്കിങ്ങും ക്ലിയർ ആവും, പ്ലസ് ആ പ്രോഗ്രാമിൻ്റെ ലോജിക്കും ക്ലിയർ ആവും. പ്രൈം ഓർ നോട്ട്, പാലിൻഡ്രോം ഓർ നോട്ട്, എ നമ്പർ ഈസ് പെർഫെക്റ്റ് ഓർ നോട്ട്, ഫിബൊനാച്ചി സീരീസ്, ഇതുപോലെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്ത് പഠിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ വൈലും ഡു വൈലും, ഫോർ ലൂപ്പ് പോലെ തന്നെയാണ് വൈലും ഡു വൈലും. ഇവരുടെ വർക്കിംഗ് ഒന്ന് നോക്കി വെച്ചേക്കണം. കാരണം ഫോർ ആൻഡ് വൈൽ എൻട്രി കൺട്രോൾ ലൂപ്പാണ്, ഡു വൈൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് തിയറി ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ തിയറി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഗ്രാംസ് എഴുതി പഠിച്ച് അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ എക്സിറ്റ് കൺട്രോൾ എന്നും എന്താണ് ഈ എൻട്രി കൺട്രോൾ എന്നൊക്കെ ചോദിക്കും. ഒരു ടോപ്പിക് ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയി. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കുന്നതിന് മുൻപ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചില്ലായിരുന്നോ? ഈ ഓപ്പറേറ്റേഴ്സ് എക്സ്പ്രഷൻസിനകത്താണ് വരുന്നത്. ഓപ്പറേറ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നോർമലി എക്സ്പ്രഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സ്പ്രഷനകത്ത് മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് വരാം. ഈ ടൈമിൽ ഏത് ഓപ്പറേറ്ററാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? അങ്ങനെ റൂൾസ് ഉണ്ട്. കുട്ടിക്കാലത്ത് മാത്സിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ബോട്ട്മാസ് റൂൾ അല്ലേ? ഇവിടെയും അതുപോലെ കുറച്ച് റൂൾസ് ഉണ്ട്. ഇതിനെയാണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് എന്ന് പറയുന്നത്. ഓരോ ഓപ്പറേറ്ററിനും ഏത് പ്രയോറിറ്റിയാണ് കൊടുക്കേണ്ടത്, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏത് ഓപ്പറേറ്ററാണ്, നെക്സ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏത് ഓപ്പറേറ്ററാണ്, അങ്ങനെ ഓരോ ഓപ്പറേറ്ററിനും റാങ്കിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റിയും ഉണ്ട്. അതായത് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എയിൻ്റെ കൂടെയാണ് ബി ആഡ് ചെയ്യുന്നത് അല്ലേ? എ പ്ലസ് ബി, എയിനോടൊപ്പം ബി ആഡ് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. നേരെ മറിച്ച് എക്സ് ഈക്വൽ ടു 5, ഇവിടെ എക്സിനകത്തേക്ക് 5 എന്ന വാല്യൂവിനെ അസൈൻ ചെയ്ത് വെക്കുകയാണ്. 5 എന്ന വാല്യൂവിനെ എക്സിലേക്ക് അസൈൻ ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഇതുപോലെ ഓരോ ഓപ്പറേറ്ററും, ഞാനിവിടെ പറഞ്ഞത് പ്ലസ് എന്ന ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇതുപോലെ ഓരോ ഓപ്പറേറ്ററിനും അസോസിയേറ്റിവിറ്റി ഉണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ആണോ അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എന്ന് അതും അറിഞ്ഞിരിക്കണം. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടി പഠിച്ചു കഴിയുമ്പോൾ ഓപ്പറേറ്റേഴ്സ് കംപ്ലീറ്റ് ആകും. ഇതിന് ശേഷം വേണം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കേണ്ടത്. അവിടെ ഇഫിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്, സ്വിച്ച്, അതുപോലെ ഫോർ വൈൽ, ഡു വൈൽ, ദെൻ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ, എക്സിറ്റ്, ഇങ്ങനെയുള്ള ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. എക്സിറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഫംഗ്ഷൻ ആണ്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് പഠിച്ച് വെക്കാം. ഒരു കാരണവശാലും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് അവിടെ എത്തുന്ന ടൈമിൽ തിയറി മാത്രം പഠിക്കരുത്, പ്രോഗ്രാംസ് നന്നായിട്ട് പഠിക്കുക.
പ്രോഗ്രാംസ് എഴുതി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഓരോ പ്രോഗ്രാമിൻ്റെയും ഔട്ട്പുട്ട് എന്താണെന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്കൊരു കോഡ് തന്നിട്ട് ആ കോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഒരേ ക്വസ്റ്റ്യൻ തന്നെയല്ല റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അതാ പ്രശ്നം വരുന്നത്. ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആയിരിക്കും തരുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ച പ്രോഗ്രാം ആയിരിക്കില്ല ഇത്തവണ വരുന്നത്. ഏതെങ്കിലും ഒരു കോഡിൻ്റെ ഒരു പാർട്ട് തന്നിട്ട് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ് ഇത് ചോദിക്കും. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്നേക്കുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് അറിയണം. ഇതറിയണം എന്നുണ്ടെങ്കിൽ പ്രോഗ്രാംസ് എഴുതി ശീലിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, പ്രോഗ്രാംസ് എഴുതി ശീലിക്കണം, പ്ലസ് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നും കൂടെ എഴുതി പഠിക്കണം. മൊഡ്യൂൾ 1 അവസാനിക്കുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലാണെങ്കിൽ മൊഡ്യൂൾ 2ലേക്ക് കയറുന്ന ടൈമിൽ ആദ്യം പഠിക്കുന്നത് അറേസ്. വാട്ട് ആർ അറേസ്? എനിക്ക് തോന്നുന്നു സപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പലർക്കും അറേ എന്താണെന്ന് അറിയാം, കൃത്യമായിട്ട് അറിയാം. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറേ കോൺസെപ്റ്റ് അറിയാമായിരിക്കും. അതിനകത്ത് സിംഗിൾ ഡയമെൻഷണൽ അറേ ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട്. ഇവിടെ നിങ്ങൾ സിംഗിൾ ഡയമെൻഷണൽ അറേ പഠിക്കുന്ന സമയം അറേനകത്ത് പ്രോഗ്രാംസ് പഠിക്കണം. 5th മൊഡ്യൂളിലാണെങ്കിലും ഈ സെർച്ചിങ് പെർഫോം ചെയ്യാനായിട്ട് അറേൻ്റെ ആവശ്യം വരുന്നുണ്ട്. സോ 2nd മൊഡ്യൂൾ അറേ പഠിക്കുന്ന ടൈമിൽ സെർച്ചിങ്ങും സോർട്ടിങ്ങും പഠിക്കണം. സെർച്ചിങ്ങിനകത്ത് ലീനിയർ സെർച്ചും ബൈനറി സെർച്ചുമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. സോർട്ടിങ്ങിനകത്ത് ബബിൾ സോർട്ടും സെലക്ഷൻ സോർട്ടുമാണ് പഠിക്കേണ്ടത്. സോ ഈ 4 പ്രോഗ്രാംസും സിംഗിൾ ഡയമെൻഷണൽ അറേൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? 5th മൊഡ്യൂളിൻ്റെ ടോപ്പിക്സും കൂടെ ഇവിടെ പഠിച്ചു എന്ന് കരുതിയിട്ട് 5th മൊഡ്യൂൾ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. അവിടെ വേറൊരു പണി ഇരിപ്പുണ്ട്. അതെന്താണെന്ന് ഞാൻ ആ സമയം പറഞ്ഞുതരാം. അറേ പഠിക്കുന്ന ടൈമിൽ സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ് ഞാൻ ഈ പറഞ്ഞ ഏരിയാസ്. ദെൻ 2 ഡയമെൻഷണൽ അറേ. നമ്മൾക്ക് എല്ലാവർക്കും തലവേദനയായിട്ടുള്ള ഒരു ഏരിയയാണ് 2 ഡയമെൻഷണൽ അറേ. എന്താണ് ഈ തലവേദന വന്നേക്കുന്നത്? മെട്രിക്സ്. മെട്രിക്സ് മാനിപ്പുലേഷൻസ് പെർഫോം ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഇവിടെ വരുന്നത്. അതിന് ആദ്യം പഠിക്കേണ്ടത് ഒരു മെട്രിക്സ് എങ്ങനെ അറേ യൂസ് ചെയ്തിട്ട് എഴുതാം. ആദ്യം ഒരു മെട്രിക്സ് മാത്രം എഴുതാനുള്ള പ്രോഗ്രാം പഠിക്കണം. ദെൻ 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാംസ്, അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ രണ്ടും ഒരുപോലെ തന്നെയാണ്. പ്ലസിന് പകരം മൈനസ് ഇടുന്നതേ ഉള്ളൂ. അടുത്തയാളാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങളിൽ പലർക്കും കൃത്യമായിട്ട് അറിയത്തില്ലായിരിക്കും ലോജിക്ക്. ചിലർക്ക് അറിയാമെന്നുണ്ടായിരിക്കും, ചിലർ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് സിമെട്രിക് ഓർ നോട്ട്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ഇങ്ങനെ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാംസ് ഒക്കെയാണ് 2 ഡയമെൻഷണൽ അറേക്കകത്ത് പഠിക്കേണ്ടത്. അറേയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരാൾ കൂടെ ഉണ്ട്, ക്യാരക്ടർ അറേസ്. സ്ട്രിങ്സ് പഠിക്കുന്ന ടൈമിൽ ക്യാരക്ടർ അറേ കൂടെ പഠിച്ചിട്ട് സ്ട്രിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് പ്രോഗ്രാംസ് എഴുതാൻ കഴിയും. സ്ട്രിങ്സ് പഠിക്കുന്ന ടൈമിൽ തന്നെ സ്ട്രിങ്സിനകത്തും 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. സ്ട്രിങ് കോൺകാറ്റിനേഷൻ, ലെങ്ത് ഓഫ് എ സ്ട്രിങ്, അതുപോലെ തന്നെ റിവേഴ്സ് ഓഫ് എ സ്ട്രിങ്. ഇതൊക്കെ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസും വെച്ചിട്ട് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് യൂസിങ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ഈ പ്രോഗ്രാംസ് എഴുതാൻ ചോദിക്കും. ഇവിടെ തിയറി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോഗ്രാമിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാമും പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ തിയറി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അങ്ങനെ വേണം ഇത് പഠിക്കാനായിട്ട്. അല്ലാതെ തിയറി മാത്രം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. പ്രോഗ്രാം പഠിക്കുക, പ്രോഗ്രാമിൻ്റെ ലോജിക്കൊക്കെ പഠിക്കുക, അവിടെ യൂസ് ചെയ്തേക്കുന്ന ആൾക്കാരെ പഠിക്കുക, അതിലൂടെ അതിൻ്റെ തിയറി പഠിക്കുക. ഓക്കെ, മൊഡ്യൂൾ 2-നകത്ത് അറേസും സ്ട്രിങ്സും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ആളാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻ. ഇവിടെ സ്ട്രക്ചറാണ് ആദ്യം പഠിക്കേണ്ടത്. യൂണിയനും സ്ട്രക്ചറും തമ്മിൽ വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. സോ സ്ട്രക്ചർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ യൂണിയൻ്റെ പ്രോഗ്രാംസും എഴുതാൻ സാധിക്കും. സോ ആദ്യം സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാം പഠിക്കണം. വാട്ട് ഈസ് എ സ്ട്രക്ചർ? അത് വേണം ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് സ്ട്രക്ചർ? യൂസറിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. ബുക്ക് എന്നൊരു ഡേറ്റ ടൈപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? പ്രിമിറ്റീവായിട്ട് വരുന്ന ഡാറ്റ ടൈപ്സിനകത്ത് ബുക്ക് എന്ന ഡാറ്റ ടൈപ്പ് ഇല്ല. ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ബുക്കിനകത്ത് ബുക്കിൻ്റെ ഓതറിൻ്റെ നെയിം ഉണ്ടാകാം, അതുപോലെ ആ ബുക്കിൻ്റെ ടൈറ്റിൽ ഉണ്ടാകാം, ബുക്കിനകത്ത് നമ്പർ ഓഫ് പേജസ് വരുന്നുണ്ടാകാം, അതിൻ്റെ പ്രൈസ് ഉണ്ടാകാം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് ബുക്കിൻ്റെ ടൈറ്റിൽ, അതുപോലെ ബുക്കിൻ്റെ ഓതർ നെയിം, ഇതൊക്കെ എന്താണ്? ഇവരൊക്കെ സ്ട്രിങ്സ് ആണ്. ഇനി ബുക്കിനകത്ത് വന്നിരിക്കുന്ന നമ്പർ ഓഫ് പേജസ് ഇൻറ്റിജർ വാല്യൂ ആണ്. ബുക്കിൻ്റെ പ്രൈസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ്.
അതായത് അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. അറേയിനകത്ത് സെയിം ടൈപ്പിലെ എലമെന്റ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിൽ സ്ട്രക്ചറിനകത്ത് ഡിഫറെന്റ് ടൈപ്സിലെ എലമെന്റ്സും സ്റ്റോർ ചെയ്യാം. പക്ഷേ ഈ എലമെന്റ്സ് തമ്മിലൊരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞവയൊക്കെ ഒരു ബുക്കുമായിട്ട് റിലേറ്റഡ് ആണല്ലോ. ഓതർ നെയിം, ടൈറ്റിൽ, നമ്പർ ഓഫ് പേജസ്, പ്രൈസ് ഒക്കെ ഒരു ബുക്കുമായിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെ ഇവർ തമ്മിലൊരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ. ഇതുപോലെ തന്നെയാണ് യൂണിയനും. ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് പ്രോഗ്രാമിന്റെ തുടക്കത്തിലാണ്. കാരണം അതൊരു ഡാറ്റ ടൈപ്പാണ്. മെയിൻ ഫംഗ്ഷനിലേക്ക് കയറി പ്രോഗ്രാം എഴുതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആദ്യം സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് പുതിയൊരു ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തിടുന്നു. സ്ട്രക്ട് എന്ന കീവേഡിന് പകരം യൂണിയനിലാകുമ്പോൾ യൂണിയൻ എന്ന കീവേഡ് കൊടുക്കുന്നു. സ്ട്രക്ചറിനകത്ത് എഴുതുന്ന അതുപോലെ തന്നെയാണ് യൂണിയനകത്തും എഴുതേണ്ടത്. പക്ഷെ മെമ്മറിക്കകത്ത് ഇവർ തമ്മിൽ നല്ലൊരു ഡിഫറൻസ് എടുക്കുന്നുണ്ട്. ആ ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സ്ട്രക്ചറിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന ടൈമിൽ സ്ട്രക്ചറിനകത്ത് മെമ്പേഴ്സ് ഉണ്ട്. ആ മെമ്പേഴ്സിന് ടാഗ് കൊടുക്കാറുണ്ട്. സ്ട്രക്ചർ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. സ്ട്രക്ചർ വേരിയബിൾസ് എന്താണ്? സ്ട്രക്ചർ വേരിയബിൾസും സ്ട്രക്ചർ മെമ്പേഴ്സും ഒത്തിരി പേർക്ക് തിരിഞ്ഞു പോകുന്ന സംഗതികളാണ്. അത് മാറിപ്പോകരുത്. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന ടൈമിൽ അതിനകത്ത് വരുന്ന ആൾക്കാരാണ് സ്ട്രക്ചർ മെമ്പേഴ്സ്. ദെൻ ഈ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് സ്ട്രക്ചർ വേരിയബിൾസ്. ദെൻ അവിടെ വരുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ഡോട്ട് ഓപ്പറേറ്റർ, മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്റർ. ഡോട്ട് ഓപ്പറേറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ആരോ ഇടാറുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റിനകത്തൊക്കെ നിങ്ങൾ ആരോ ഇട്ടിട്ടുണ്ടായിരിക്കും. പോയിന്റർ ടു മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്റർ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സ്ട്രക്ചറിന്റെ ഒരു ബേസിക് പ്രോഗ്രാം ആദ്യം പഠിക്കാം. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ ഒരു ബുക്കിന്റെ പ്രോഗ്രാം തന്നെ ആദ്യം പഠിക്കണം. ഒരു ബുക്ക്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് സാധാരണ സ്ട്രക്ചറിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ പറഞ്ഞ ഏരിയാസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആദ്യം പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്തു, അത് പ്രിന്റ് ചെയ്തു. ആദ്യം ആ ക്വസ്റ്റ്യൻ പഠിക്കണം. അത് പഠിച്ച് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് പകരം 2 or 3 സ്റ്റുഡൻസ് ആക്കുക. അത് പഠിച്ച് ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു ക്ലാസ്സിനകത്തുള്ള 50 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാം. അവിടെ ഇപ്പോൾ ഒരു അറേ കൂടെ എക്സ്ട്രാ പഠിക്കും. ഇനി ഈ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ മാർക്സ് റീഡ് ചെയ്യുമ്പോൾ ആദ്യം ഒരു മാർക്ക് മാത്രമായിട്ട് റീഡ് ചെയ്യണം. ദെൻ 4-5 സബ്ജക്ട്സ് വരത്തില്ലേ, ഈ സബ്ജക്ട്സിൻ്റെ ഒക്കെ മാർക്സ് റീഡ് ചെയ്യണം. അപ്പോൾ ഈ സ്ട്രക്ചറിനകത്ത് അറേ വരും, അറേസ് വിത്തിൻ സ്ട്രക്ചേഴ്സ്. അതുപോലെ സ്ട്രക്ചർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെയും അറേസ് വരും. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ പ്രോഗ്രാമിൻ്റെ ലെവൽ ഒന്ന് ഇൻക്രീസ് ചെയ്യും, നിങ്ങളുടെയും ലെവൽ ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എപ്പോഴും ഓരോ ടോപ്പിക്സിൻ്റെയും ബേസിക് ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് അവിടെ നിന്നും നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യനിലേക്ക് കയറി പോവുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലെവൽ ഇമ്പ്രൂവ് ആയിരിക്കും. സ്ട്രക്ചർ പഠിച്ച് ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് നേരെ യൂണിയനിലേക്ക് പോവാം. കഷ്ടിച്ചൊരു 2 മിനിറ്റ് പോലും തികച്ച് വേണ്ടി വരത്തില്ല യൂണിയൻ പഠിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് സ്ട്രക്ചറിൽ നിന്നും യൂണിയനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. സ്ട്രക്ചറും യൂണിയനും പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഒരാൾ ബാക്കി വന്നേക്കുന്നത് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ്. അത് വെച്ചിട്ട് പ്രോഗ്രാംസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. തിയറി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ്? സി പ്രോഗ്രാമിനകത്ത് ഡാറ്റ ടൈപ്സിനകത്ത് മറ്റൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഇതൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് വരുന്ന ടോപ്പിക്സ്. മെയിൻലി അറേസ്, സ്ട്രിങ്സ്, സ്ട്രക്ചർ, യൂണിയൻ, എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, തേർഡ് മൊഡ്യൂൾ ആണ് സത്യത്തിൽ നിങ്ങൾക്ക് പണി തരുന്ന ഏരിയ, പോയിന്റേഴ്സ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് പോയിന്റേഴ്സ് വെച്ചിട്ടാണ്. പോയിന്റേഴ്സ് വെച്ചിട്ട് എല്ലാ ഏരിയസിനകത്തും, അതായത് തൊട്ട് മുൻപ് പഠിച്ച സ്ട്രക്ചർ, അവിടെ സ്ട്രക്ചറും പോയിന്റേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ. ഇനി അറേസ് ആണെങ്കിൽ അതിനകത്തും, ഞാൻ നേരത്തെ അറേസിനകത്ത് സോർട്ടിങ് പറഞ്ഞില്ലായിരുന്നോ, ഈ സോർട്ടിങ്ങിൻ്റെ പ്രോഗ്രാം ആണെങ്കിലും അതിനകത്തും പോയിന്റേഴ്സിനെ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏത് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യനകത്ത് ഒരു പോയിന്ററും കൂടെ ഉണ്ടാകും. ഇവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടുന്നത്. ഓക്കെ, പോയിന്റർ എങ്ങനെ പഠിക്കാമെന്ന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഫസ്റ്റ് പഠിക്കേണ്ടത് പോയിന്ററിൻ്റെ ബേസ് മാത്രം. വാട്ട് ആർ പോയിന്റേഴ്സ്? പോയിന്റർ എന്താണെന്ന് ആ കോൺസെപ്റ്റ് ആദ്യം പഠിച്ച് മനസ്സിലാക്കണം. പോയിന്ററിനകത്ത് പോയിന്റർ വേരിയബിളിൻ്റെ പർപ്പസ് എന്താണ്, പോയിന്റർ വേരിയബിളിനകത്തേക്ക് എങ്ങനെ അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, അവിടെ ആവശ്യമായിട്ട് വരുന്ന ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്. ഇത് ഒരു
കുഞ്ഞു ക്വസ്റ്റ്യൻ വെച്ചിട്ട്, വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആദ്യം പോയിന്ററിൻ്റെ എക്സാമ്പിൾ പഠിച്ച് മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് തൽക്കാലം ബാക്കി ടോപ്പിക്സ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നു. പഠിക്കേണ്ടെന്നല്ല, മസ്റ്റായിട്ടും പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഗ്രാംസ് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിന് സെപ്പറേറ്റ് സമയം കണ്ടെത്തി പഠിക്കണം. അത് പഠിക്കുന്നതിന് മുൻപ് മുന്നോട്ടുള്ള മൊഡ്യൂൾസിൽ പോയി ബാക്കി ടോപ്പിക്സും കൂടെ പഠിച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ഈ സബ്ജക്റ്റ് വീണ്ടും പഠിക്കണം. അങ്ങനെ 2-3 റൗണ്ട്സ് ആയിട്ട് ഈ സബ്ജക്ട്സ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുള്ളൂ. സോ മൊഡ്യൂൾ 3-നകത്ത് പോയിന്റർ കോൺസെപ്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് മൊഡ്യൂൾ 4-നകത്തേക്ക് പ്രവേശിക്കുന്നു. മൊഡ്യൂൾ 4-നകത്ത് വളരെ സിമ്പിളായിട്ട് എന്നാൽ പഠിക്കുന്ന ടൈമിൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സംഗതിയാണ് ഫങ്ഷൻസ്. വാട്ട് ആർ ഫങ്ഷൻസ്? Function is a simple unit to do a particular task. The task is repeated each time whenever the function gets called. Function breaks large computing tasks into smaller ones. Every program contains at least one function named main function where the program always begins execution. ഇതൊക്കെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇങ്ങനെ പഠിക്കുക, കുഴപ്പമില്ല. അത് എക്സാമിന് തിയറി സൈഡ് ചോദിച്ചാൽ ഓക്കെ. പക്ഷേ ഇത് പഠിക്കുന്നതിന് മുൻപും ആദ്യം ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് വയ്ക്കുക. വളരെ കുഞ്ഞ് എക്സാമ്പിൾ, ആഡ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം യൂസിങ് ഫംഗ്ഷൻ കോൺസെപ്റ്റ്. ഓക്കെ, ഇത് ഒരു പ്രോഗ്രാമായിട്ട് എഴുതി പഠിക്കണം. അങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് ഫംഗ്ഷൻ്റെ 3 പാർട്സ് നിങ്ങൾക്ക് കിട്ടും. ഫംഗ്ഷനകത്ത് മെയിൻലി 3 പാർട്സാണ് ഫംഗ്ഷൻ വരുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷൻ ഡെഫിനിഷൻ. അത് ഞാൻ ഈ പറഞ്ഞ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതിനകത്ത് തന്നെ ഫംഗ്ഷൻ കോളിനകത്ത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. ഫംഗ്ഷൻ കോൾ നടക്കുന്ന ടൈമിൽ പാസ് ചെയ്യുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഓർ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ ഡെഫിനിഷൻ അവിടെ പുതിയ പാരാമീറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇത് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ലോജിക്ക് കിട്ടണം. അതുപോലെ ഫംഗ്ഷനകത്ത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ്റെ അകത്ത് ഒരു സിൻടാക്സ് ഉണ്ട്. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പരാന്തസിസിനകത്ത് പാരാമീറ്റേഴ്സ്, ദെൻ ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ബോഡി കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ ചെയ്യുന്നത് ആരെയാണ്, ആ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ തുടക്കത്തിൽ എഴുതുന്നത്. ഇവിടെ ഫംഗ്ഷൻ കോളും അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ തിരിച്ചു പോകുന്നതും അതുപോലെ ആ ഒരു വർക്കിങ്ങും ഇവരുടെ ഒരു ഫ്ലോ ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഒരിക്കലും പ്രോഗ്രാം കാണാതെ പഠിക്കരുത്. കറക്റ്റായിട്ട് ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്തു, ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ കൺട്രോൾ എങ്ങനെ ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് പോയി, അവിടെ പോയി അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ തിരിച്ച് അതുപോലെ തന്നെ കോൾ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് എത്തിച്ചേർന്ന് ദെൻ റിമൈനിങ് സെക്ഷനിലേക്ക് പോകുന്നു. ഇത് ആ ഒരു ഫ്ലോ വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ടൈമിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് ഇതിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലേക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. 1-2 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന ടൈമിൽ മെയിൻലി 2 ടൈപ്പിൽ നമുക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. എയ്തർ കോൾ ബൈ വാല്യൂ ഓർ പാസിംഗ് ബൈ വാല്യൂ. സെക്കൻഡ് വൺ കോൾ ബൈ റെഫറൻസ് ഓർ പാസ് ബൈ റെഫറൻസ്. പോയിന്റർ കോൺസെപ്റ്റ് ഒക്കെ ഓർത്ത് വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒന്നുകൂടെ അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും. ഡീഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന കോൾ ബൈ വാല്യൂ ആണ്. എന്താണ് ഈ കോൾ ബൈ റെഫറൻസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഫങ്ഷൻസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് റിക്കേർഷൻ. റിക്കേഴ്സീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് എഴുതാൻ സാധിക്കും. ഇവിടെ എന്താണ് റിക്കേർഷൻ, റിക്കേഴ്സീവ് ഫങ്ഷൻ എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, ഇത് മനസ്സിലാക്കണം. ഇതിന് ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് കരുതി അത് മാത്രം പഠിച്ചിട്ട് പോകരുത്. പലപ്പോഴും നിങ്ങൾക്ക് വരുന്നൊരു മിസ്റ്റേക്ക് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ മാത്രം പഠിച്ചിട്ട് പോകും. ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബൈനറി സെർച്ച്. ബൈനറി സെർച്ച് വന്നിട്ട് അറേ പഠിക്കുന്ന ടൈമിൽ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനറി സെർച്ചും ലീനിയർ സെർച്ചും ബബിൾ സോർട്ടും സെലക്ഷൻ സോർട്ടും ഒക്കെ അറേൻ്റെ കൂടെ പഠിക്കാൻ പറഞ്ഞിരുന്നു. ഈ ബൈനറി സെർച്ച് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പ് വെച്ചിട്ടാണ്. അത് ഐട്രേറ്റീവ് ആണ്, അല്ലെങ്കിൽ നോൺ റിക്കേഴ്സീവ് ആണ്. ഇവിടെ പഠിക്കുന്നതാണ് റിക്കേഴ്സീവ്. എങ്ങനെ ബൈനറി സെർച്ച് പെർഫോം ചെയ്യാം യൂസിങ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ബൈനറി സെർച്ച് മാത്രമല്ല, റിക്കേഴ്സീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് വെച്ചിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. 2-3 എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കണം.
ഫംഗ്ഷൻസിനകത്തും പോയിന്ററിനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് ടോപ്പിക്കിനകത്തും പോയിന്റർ എടുത്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് സെക്ഷനാണ്, ലാസ്റ്റ് റൗണ്ടിലാണ് പോയിന്ററും മറ്റൊരാളുമായിട്ട് വരുന്ന കൊളാബറേഷൻ നോക്കുന്നത്. ഫിഫ്ത്ത് മൊഡ്യൂളിനകത്ത് ആകെക്കൂടെ വന്നേക്കുന്നത് സെർച്ചിങ്ങും സോർട്ടിങ്ങും സ്കോപ്പ് ഓഫ് വേരിയബിൾസും അതുപോലെ സ്റ്റോറേജ് ക്ലാസ്സസുമാണ്. ഇവിടെ സെർച്ചിങ്ങും സോർട്ടിങ്ങും ഓൾറെഡി അറേ പഠിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു. ചിലപ്പോൾ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കും, ചിലപ്പോൾ ഫങ്ഷൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പോയിന്റേഴ്സ് വെച്ചിട്ടോ, ഇനി ഫങ്ഷൻസും പോയിന്റേഴ്സും എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ടോ ആയിരിക്കും സെർച്ചിങ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ സോർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ലോജിക്ക് ആദ്യം മനസ്സിലാക്കണം. ലീനിയർ സെർച്ചിൻ്റെ ലോജിക്ക് എന്താണ്, ബൈനറി സെർച്ചിൻ്റെ ലോജിക്ക് എന്താണ്, ബബിൾ സോർട്ടിൻ്റെ ലോജിക്ക് എന്താണ്, സെലക്ഷൻ സോർട്ടിൻ്റെ ലോജിക്ക് എന്താണ്, അത് അറേ പഠിക്കുന്ന ടൈമിൽ തന്നെ ബേസിക് പ്രോഗ്രാമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന ടൈമിൽ ആ ലോജിക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. ഓക്കെ, എങ്കിൽ ബാക്കി പഠിക്കേണ്ട എന്തൊക്കെയാണ്? സ്റ്റോറേജ് ക്ലാസ്സസ്. നിങ്ങൾക്ക് അറിയാത്തൊരു സത്യം ഞാൻ പറഞ്ഞുതരാം. പ്രോഗ്രാമിനകത്ത് സാധാരണ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളെപ്പോഴും എഴുതുന്നത് ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം. വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റൻ്റെ ടൈപ്പ് മാത്രമാണ് മെൻഷൻ ചെയ്തേക്കുന്നത്, അല്ലേ? പക്ഷേ അങ്ങനെ അല്ല. മെമ്മറിക്കകത്ത് എവിടെയാണിത് സ്റ്റോർ ചെയ്യേണ്ടത് അതും കൂടെ പ്രോഗ്രാമിനകത്ത് എപ്പോഴും മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. വേരിയബിൾസിൻ്റെ അകത്ത് ഏത് ഡേറ്റയാണ് ഇരിക്കുന്നത്, ഈ ഡേറ്റ മെമ്മറിയിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഇതുകൂടെ മെൻഷൻ ചെയ്ത് പറയാറുണ്ട്. ഇതാണ് സ്റ്റോറേജ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് വേരിയബിൾസ്, എക്സ്റ്റേണൽ വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾസ്, രജിസ്റ്റർ വേരിയബിൾസ്. ഈ 4 ടൈപ്പ് വേരിയബിൾസ് ഉണ്ട്. 4 പേർക്ക് 4 കീവേഡ്സ് വരുന്നുണ്ട്: ഓട്ടോ, സ്റ്റാറ്റിക്, എക്സ്റ്റേൺ, രജിസ്റ്റർ. ഇതുകൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ തിയറി ആയിട്ട് തന്നെ എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഓക്കെ, സ്റ്റോറേജ് ക്ലാസ്സസ്. അതുപോലെ തന്നെ മറ്റൊരാളാണ് സ്കോപ്പ് ഓഫ് വേരിയബിൾസ്. വേരിയബിൾസിൻ്റെ സ്കോപ്പ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഒരു വേരിയബിളിൻ്റെ ലൈഫ് എന്താണ്, അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്തൊക്കെയാണ്, ഇതാണ് സ്കോപ്പ് ഓഫ് വേരിയബിൾസ് കൊണ്ട് അറിഞ്ഞിരിക്കേണ്ടത്. അത് 2 ടൈപ്പ് ഉണ്ട്, എയ്തർ ലോക്കൽ ഓർ ഗ്ലോബൽ. ഒരു ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിനകത്തൊക്കെ എഴുതുന്ന വേരിയബിൾസ് ആണ് ലോക്കൽ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ടൈമിൽ അയാളുടെ ലൈഫ് കഴിഞ്ഞു. ദറ്റ് ഈസ് ലോക്കൽ വേരിയബിൾ. ഈ ലോക്കൽ വേരിയബിൾ എന്താണെന്നും ഗ്ലോബൽ വേരിയബിൾ എന്താണെന്നും ഫംഗ്ഷൻ പഠിക്കുന്ന ടൈമിൽ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിരിക്കും. അതും വലിയ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. 6 മൊഡ്യൂൾസിനകത്ത് ഇപ്പോൾ 5 മൊഡ്യൂൾസായി. പക്ഷേ 5 മൊഡ്യൂൾസും പഠിച്ചു എന്ന് കരുതിയിട്ട് ജയിക്കത്തില്ല. കാരണം ക്വസ്റ്റ്യൻസ് ഈ ലെവലിലല്ല ചോദിക്കുന്നത്, ഇതിന് മേലെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ. സോ നിങ്ങളുടെ ലെവൽ ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. സോ സെക്കൻഡ് റൗണ്ടിലേക്ക് വീണ്ടും കടക്കുന്നു. 6th മൊഡ്യൂൾ ഞാൻ മാറ്റി വെച്ചതാണ്. 6th മൊഡ്യൂൾ ലാസ്റ്റ് പറയാം. സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുന്ന ടൈമിൽ ഇനി ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് മൊഡ്യൂൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഈ 4 മൊഡ്യൂൾസാണ് വീണ്ടും പഠിക്കേണ്ടി വരുന്നത്. ഇവിടെ പോയിന്റർ കോൺസെപ്റ്റ് ഒന്നുകൂടെ പോയി നോക്കുക. തേർഡ് മൊഡ്യൂളിനകത്താണ് പോയിന്റർ കോൺസെപ്റ്റ് ഉള്ളത്. പോയിന്റർ കോൺസെപ്റ്റ് ഒന്നുകൂടെ നോക്കി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നോക്കേണ്ടത് 4th മൊഡ്യൂളിനകത്തുള്ള ഫംഗ്ഷൻ കോൺസെപ്റ്റ്. ഫംഗ്ഷൻ കോൺസെപ്റ്റ് ഒന്നുകൂടെ പഠിക്കുക. ഈ ടോപ്പിക്സ് അറിയില്ല എങ്കിൽ ഇതാദ്യം പഠിച്ച് ഒരു ബേസ് ഉണ്ടാക്കി എടുക്കുക. ദെൻ 5th മൊഡ്യൂളിനകത്തുള്ള സോർട്ടിങ്, സെർച്ചിങ്, ഈ ടോപ്പിക്സും നന്നായിട്ട് പഠിക്കണം. ഈ ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് മൊഡ്യൂളിനകത്തുള്ള അറേസും കൂടെ പഠിക്കേണ്ടി വരും. കാരണം സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അറേസ് വെച്ചിട്ടാണ് പെർഫോം ചെയ്യുന്നത്, അല്ലേ? സോ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഈ മൊഡ്യൂൾസൊക്കെ ഒന്നുകൂടെ ഒന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി പോയിന്റേഴ്സ് വെച്ചിട്ട് അറേക്കകത്ത് പോയിന്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം, ഫങ്ഷൻസിനകത്ത് പോയിന്റേഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം, സ്ട്രക്ചറിനകത്ത് പോയിന്റേഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈ കാര്യങ്ങളാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത്. ഫങ്ഷൻസ് ആൻഡ് പോയിന്റേഴ്സ് അങ്ങനെ കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സി പ്രോഗ്രാംസ് എക്സാമ്പിൾസ് ഗൂഗിളിൽ നിന്ന് കിട്ടും, അങ്ങനെ പഠിക്കാം. അതുപോലെ പോയിന്റേഴ്സ് ആൻഡ് അറേസ്, പോയിന്റേഴ്സിൽ തന്നെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് വരുമ്പോൾ പോയിന്ററിൻ്റെ ചേഞ്ച് എങ്ങനെയാണ് അത് പഠിക്കണം. അതുപോലെ പോയിന്റേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്, അതുപോലെ പോയിന്റേഴ്സ് വെച്ചിട്ട് ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട് ഇതൊക്കെ എങ്ങനെ പെർഫോം ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോഗ്രാംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ പ്രോഗ്രാംസ് ആണ് പഠിക്കേണ്ടത്. സെക്കൻഡ് റൗണ്ടിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. പ്ലസ്
ഫംഗ്ഷനകത്ത് റിക്കേഴ്സീവും നോൺ റിക്കേഴ്സീവ് മീൻസ് ഐട്രേറ്റീവ്, അത് വീണ്ടും ഒന്നുകൂടെ പഠിക്കുക. അതുപോലെ തന്നെ സ്ട്രിങ്സിനകത്ത് യൂസിങ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസും വിത്തൗട്ട് യൂസിങ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസും, ഈ രണ്ട് കാറ്റഗറിയിലും സ്ട്രിങ് മാനിപ്പുലേഷൻസിൻ്റെ പ്രോഗ്രാംസ് ചോദിച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് കാറ്റഗറി വെച്ചിട്ടും സ്ട്രിങ് മാനിപ്പുലേഷൻസ് പ്രോഗ്രാംസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഈ പ്രോഗ്രാംസ് ഒക്കെ കാരണമാണ് നിങ്ങൾക്ക് മുൻപ് ഈ എക്സാം എഴുതിയിട്ട് പാസ്സാകാൻ കഴിയാത്തത്. സോ ഈ പ്രോഗ്രാംസിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്ന് കരുതി ഇത് ആദ്യമേ തന്നെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബേസ് കിട്ടാത്തതുകൊണ്ട്, സി എന്ന ലാംഗ്വേജിൻ്റെ ബേസ് നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം 1-2 പ്രോഗ്രാംസ് അല്ല, 10-20 പ്രോഗ്രാംസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും പ്രോഗ്രാംസ് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതാൻ കഴിയും. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ടൈമിൽ കൺഫ്യൂഷൻ ആകും. സോ അങ്ങനെ ഒരു റിസ്ക് എടുക്കരുത്. സോ ആദ്യത്തെ 5 മൊഡ്യൂൾസിനകത്തും ജയിക്കാനുള്ള ടോപ്പിക്സ് നിങ്ങൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. 6ാമത്തെ മൊഡ്യൂൾ, 6th മൊഡ്യൂൾ, ദാറ്റ് ഈസ് ഫയൽസ്. ഇവിടെ ഫയൽ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കണം. ഫയൽ കോൺസെപ്റ്റിനകത്ത് തന്നെ ഫോർമാറ്റഡും അൺഫോർമാറ്റഡ് ഫയൽസും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. അതുപോലെ അൺഫോർമാറ്റഡ് ഫയൽ ഓപ്പറേഷൻസിനകത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് അത് പഠിക്കണം. ഇവയൊക്കെയാണ് 6th മൊഡ്യൂളിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്സ്. സബ്ജക്റ്റ് സത്യത്തിൽ സിമ്പിളാണ്, പക്ഷേ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, പോയിന്റേഴ്സ്, അറേസ്, ഫങ്ഷൻസ്, സ്ട്രക്ചേഴ്സ്, മെയിൻലി പോയിന്റേഴ്സ്. ഈ 4 ആൾക്കാരിൽ പോയിന്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ഫങ്ഷൻസ്, അറേസ്, പോയിന്റേഴ്സ് ഇവരുടെയൊക്കെ കോമ്പിനേഷൻസിൽ വരുന്ന പ്രോഗ്രാംസ് ആവർത്തിച്ച് പഠിക്കുക. എങ്കിൽ നിങ്ങൾക്ക് എക്സാം പാസ്സാക്കാം. ഓക്കെ, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സമയം ഫ്രണ്ടിലുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ലാക്ക സപ്ലി ഉണ്ടെങ്കിൽ അതും ഒരു ഹെഡേക്കാണ്. ഒരേ ദിവസം തന്നെ രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് 2 എക്സാം വരുന്നുണ്ട്. പക്ഷേ ലാക്ക ഒരു തവണ എഴുതിയത് കൊണ്ട് തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് സി പ്രോഗ്രാമിനകത്ത് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.